ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ പെരുന്നാളിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പെരുന്നാൾക്കൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. കാരണം വേറെ ഒന്നല്ല, മൂന്നാമത്തെ പെരുന്നാളാണ്. പിന്നെ ഇന്നൊരു പെരുന്നാൾ നമുക്ക് ഏകദേശം ഒരേപോലൊക്കെ ആയിരുന്നു. അപ്പോൾ പെരുന്നാൾക്ക് ഇച്ചിരി പ്രത്യേകിച്ചൊരു വ്ളോഗൊന്നും എടുത്തിട്ടില്ല. പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ കുറേ സംഭവങ്ങൾ അറിഞ്ഞു കേട്ടോ. ഒരുപാട് സംഭവങ്ങൾ അറിഞ്ഞൊരു ദിവസമാണ്. ഹാപ്പി, ഒരുപാട് സംഭവങ്ങൾ അത് റിവ്യൂലൊക്കെ ചെയ്തു തരാം. കുറച്ച് കഴിയട്ടെ. നമ്മൾ ഏതൊരു സാധനത്തിനും ഒരു പൂർണ്ണത വേണമല്ലോ. അതൊക്കെ കിട്ടിയതിനെ ചില പറയാൻ പാടുള്ളൂ. അല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല കേട്ടോ. ഒരു കാര്യം ഇല്ലാണ്ടാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഏതായാലും ഇന്നൊരു പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് ലീവ് കിട്ടി. അങ്ങനെ പുറത്തിറങ്ങിയാണെന്ന് മൊത്തത്തിൽ ഉറക്കം തന്നെയായിരുന്നു. ഇപ്പോഴാണ് പുറത്തൊന്നും ഇറങ്ങിയത് കേട്ടോ. ചൂടൊക്കെ ആറി വെയിലൊക്കെ ആറിയതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയത്. പഠിച്ച വലിയ കാര്യങ്ങൾ എന്താണെന്നറിയോ, നമ്മൾ എടുത്ത് ചാടിക്കൊണ്ടൊരു കാര്യങ്ങളും തീരുമാനിക്കരുത്. അല്ലെങ്കിൽ ഒരു കാര്യത്തിനും അങ്ങോട്ട് സിമ്പിളായി കാണരുത് കേട്ടോ. ലൈഫിൽ നമുക്ക് എല്ലാം സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ സെറ്റപ്പ് ആയിരിക്കണം. വരുമാനം കൊണ്ടാണെങ്കിലും പല കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും നമുക്കൊന്ന് ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ വളരെയധികം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ് നമ്മളെ അടുത്ത ടാർഗറ്റ് നമ്മളെ വീടാണ് കേട്ടോ. ഞാൻ ഒരുപാട് സ്വപ്നം കാണുന്നു. വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. എങ്ങനെയെങ്കിലും തുടങ്ങുകയും ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് ഒരു ലൈഫിൽ ഒരാളെ ലൈഫിൽ ഏറ്റവും വലിയൊരു കടമ്പയാണ് വീട്. ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തോരം എമൗണ്ട് അല്ലേ ശരിക്കും നോക്കിയാൽ പറഞ്ഞാൽ ബേജാറാണ് കേട്ടോ. ഒരു വീടൊക്കെ ആയി കിട്ടുകയെന്ന് വെച്ചാൽ നല്ലോണം റിസ്ക്കാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരു നല്ലോണം റിസ്ക്കാണ്. ഇപ്പോൾ പൈസ ഉണ്ടായാൽ മാത്രം പറ്റും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ലീഗിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടല്ലോ അല്ലേ വീടിനൊക്കെ. പിന്നെ നമുക്കാണെങ്കിൽ പൈസ ഇല്ല, വേറെ കേസ്. പിന്നെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും. വീട് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നാവില്ല. അതൊരിക്കലും ആവില്ല. ലക്ഷക്കണക്കിന് രൂപ, ഏകദേശം ഒരു 900 സ്ക്വയർ ഫീറ്റുള്ള വീടെങ്കിലും വേണ്ടേ. അതൊക്കെ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ലൊരു എമൗണ്ട് വേണ്ടേ. 15 ലക്ഷം രൂപയെങ്കിലും വേണ്ടേ. 22 വയസ്സ് കഴിഞ്ഞ് 23ാമത്തെ വയസ്സിലേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്നാലും ഒരുപാട് ഹാപ്പി കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞ്, ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഹാപ്പി. ഇപ്പോൾ നമ്മളെ ഈ വ്ളോഗിൻ്റെ സെറ്റപ്പിന് വേണ്ടി തന്നെ നമ്മൾ ഏകദേശം ഒരു GoPro 13 എടുത്ത് പുതിയ എഡിഷൻ നമുക്ക് എടുക്കാൻ കഴിഞ്ഞ്. ഐഫോൺ ആണെങ്കിൽ 16 Pro Max ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ അതും എടുക്കാൻ കഴിഞ്ഞു. അതൊക്കെ നമ്മൾ അധ്വാനിച്ചുകൊണ്ടും നമ്മളെ എഫേർട്ടിൻ്റെ ഫലം തന്നെയാണ്. ഇപ്പം ഈ ഒരു ഏജിലൊക്കെ പലരും ഇപ്പോൾ നാട്ടിൽ വെറുതെ നടന്ന് അല്ലെങ്കിൽ ചെറിയ പണിക്ക് പോയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ ഭാഗ്യന്മാരാണ്. നമ്മൾ ഈ കുറേ പേര് എന്നോട് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കോമഡി ആയിട്ട് തോന്നുന്നു കേട്ടോ. നീ എന്തിനാണ് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് കയറിയെന്ന്. സത്യം പറഞ്ഞാൽ കയറേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് തന്നെ കയറിയാണ്. പിന്നെ വലിയൊരു ആഗ്രഹം ഉണ്ടായിട്ട് ആരും ഗൾഫ് കയറുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി തന്നെ കയറി. ഒരുപാട് ഹാപ്പി കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞ് പല കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ട്. ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എൻ്റെ വീട് അതുതന്നെയാണ്. അത് ഇൻഷാ അല്ലാഹ് നടക്കും, ഒരു പ്രതീക്ഷയാണ് എല്ലാം. പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് പെട്ടെന്ന് കേസിലാവണമെങ്കിൽ എന്തില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ചാനലൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതൊരു പ്രതീക്ഷയല്ലേ. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ വേണം. നമുക്കൊരു ജോബും അതിനോട് നമ്മുടെ പാഷനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റായിട്ട് മുന്നോട്ട് പോട്ടോ. അത് പലപ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. വിവാഹം കഴിക്കാനുള്ള പൂതി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. പക്ഷേങ്കിൽ നമ്മളൊപ്പം പഠിച്ചവരും നമ്മളൊപ്പം നടന്നവരൊക്കെ പലരും കെട്ടിപ്പോകുന്നുണ്ട്, കല്യാണം കഴിച്ച് പോകുന്നുണ്ട്. കല്യാണത്തിനെ പറ്റിയിട്ട് വലിയ ആഗ്രഹം ഉള്ളതുകൊണ്ട് പറയുന്നല്ല. പക്ഷേ ലൈഫ് നമ്മളൊരു വിവാഹം എന്നുള്ള സ്റ്റേജിലേക്ക് പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മളൊരു പ്രണയിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. പക്ഷേ ഒരു ലൈഫ് മാറിയിട്ടൊരു വിവാഹത്തിലേക്ക് എത്തുമ്പോൾ വളരെയധികം റിസ്ക്കാണ്. അത് മുമ്പ് കഴിഞ്ഞു പോയവരോട് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് മോനെ കെട്ടണ്ട, ഇപ്പോൾ തന്നെ വേണ്ട, മാക്സിമം നടന്നോ, സെറ്റായി നടന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ നോക്കാനുള്ള ഒരു വരുമാനവും ഒരാൾക്കും കൂടി എന്തെങ്കിലും കൊടുക്കാൻ കഴിയും എന്നുള്ള ഒരു സ്റ്റേബിളായിട്ടുള്ള വരുമാനം ബാലൻസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കെട്ടാട്ടോ. അല്ലാണ്ട് വലിയൊരു എമൗണ്ട് ഉണ്ടായിക്കൊണ്ട് വലിയൊരു ജോബ് ഉണ്ടായിക്കൊണ്ട് ആരും കെട്ടാൻ നിൽക്കണ്ട. അല്ല, കെട്ടാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോഴത്തൊക്കെ സിറ്റുവേഷൻ വളരെ മോശമാണ്. സ്വർണത്തിനാണെങ്കിലും പല കാര്യങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടാട്ടോ. എങ്ങനെയാണ് മുന്നോട്ട് പോകാമെന്നറിയില്ല. ഒരു ചെറിയ ജോലിയും ചെറിയ വരുമാനം വെച്ച് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഒന്ന് 2 വരുമാനം ഉള്ളവർക്ക് അല്ലെങ്കിൽ 2 ജോബ് ഉള്ളവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം നല്ല ജോലി നേടാൻ നോക്കുക. അല്ലെങ്കിൽ ഇതേപോലെ സോഷ്യൽ മീഡിയ ഒക്കെ സെറ്റാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നവർക്ക് സെറ്റാട്ടോ. സോഷ്യൽ മീഡിയ ഒരു ചെറിയ പ്ലാറ്റ്ഫോം എന്നല്ല, നല്ലോണം വളരാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. ആരെങ്കിലും
നല്ല രീതിയിൽ വർക്ക് ചെയ്ത് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പില്ല കേട്ടോ. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഞാനിപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വലിയൊരു വരുമാനം കിട്ടിയിട്ടോ അല്ലെങ്കിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഒരു പ്രതീക്ഷയാണ് ഇതൊക്കെ. നമുക്കൊരു വരുമാനം, ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു വരുമാനം ഉണ്ട്, ഒരു ജോലിയുണ്ട്, അതിൻ്റെ കൂടെ ഒരു നമ്മുടെ പാഷനും കൂടി കിച്ചിലായാലും ഏറ്റവും നല്ലത് ജോലിയുള്ള രണ്ടാൾ തമ്മിൽ വാങ്ങിക്കുന്ന കേട്ടോ. എനിക്ക് തോന്നുന്നതാണ്. ഇപ്പോൾ ഒരു പുരുഷനാണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും രണ്ടാൾക്കും ഒരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. ഞാൻ സംഭവം പറയട്ടെ, ഞാനിപ്പോൾ കുവൈത്തിൽ വന്നതിന് ശേഷം എനിക്കൊരു 1.5 കൊല്ലമായി. ഈ ഒരു സമയത്ത് എനിക്ക് 2-3 പ്രപ്പോസൽ വന്നിരുന്നു കേട്ടോ. സത്യം പറയട്ടെ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് അത്രമാത്രം ഞാൻ സ്റ്റേബിളായിട്ട് കൊണ്ടുപോയിരുന്നൊരു സാധനമായിരുന്നു. പക്ഷേ എന്തോ ഒരു ആവശ്യത്തിന് അത് പോയി. അത് ഏതൊരാളുടെ ജീവിതത്തിലും ചിലപ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ ആ ഒരു സംഭവത്തിൽ പിന്നെ വലിയൊരു താല്പര്യം കാണിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ പലരും വന്നിട്ടോ, ഒരു 3-4 പേര് വന്നിരുന്നു. പക്ഷേ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ നമ്മൾ എന്താ പറയുക, ഒരു നമ്മളെ സ്റ്റേജ് അത്ര ബെറ്റർ ആയിരുന്നില്ല. കാരണം ഒരു വരുമാനമോ അല്ലെങ്കിൽ ഒരു സെറ്റപ്പില്ല, വീട് കാര്യങ്ങൾ. എനിക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ റെഡിയാണ്. കാരണം എനിക്കിപ്പോൾ ഞാൻ അധ്വാനിക്കുന്ന ഒരു പൈസ എനിക്ക് തികയും, എൻ്റെ ഫാമിലിക്ക് തികയും, എനിക്കൊരു വീട് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു സംഭവം ആവുന്നവരെ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് റെഡി ആവില്ല കേട്ടോ. അത് ഉള്ള കാര്യമാണ്. ഇപ്പം എത്ര സംഭവം വന്നതെന്ന് പറഞ്ഞാലും വീടാവാണ്ട് ഒരു കളിക്ക് നിൽക്കില്ല ഞാൻ. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ ഒപ്പം പഠിച്ചവരും ഒപ്പം നടന്നവരൊക്കെ വിവാഹത്തിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഏതായാലും എല്ലാവർക്കും നടക്കട്ടെ. അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അവരുടെ വരുമാനം അവർക്കും അവരുടെ ഫാമിലിക്കും ഇനി വരാൻ പോകുന്ന ആൾക്കൊക്കെ മതിയാവും. പക്ഷെ എൻ്റെ ഒരു അവസ്ഥ അങ്ങനെയല്ല. ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് പേരെ തിരിച്ച് ഇഷ്ടപ്പെടുന്നു കേട്ടോ. അപ്പോൾ ആരും ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നല്ല, ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്, ഒരുപാട് പേര് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. നല്ലതിന് വേണ്ടിയിട്ടാവും കേട്ടോ. തീർച്ചയായിട്ടും അവസാനത്തേക്ക് എനിക്ക് കിട്ടാതിരിക്കുമെന്നൊരു പേടിയുണ്ട്. ഏതായാലും ഒരുപാട് നന്ദി. ചെറിയ പ്രായമാണ്, ഇനിയുമുണ്ട് ഒരുപാട് മുന്നോട്ട് പോകാൻ എന്ന കമ്പനി ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് നന്ദി. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റാവട്ടെ. പഠിച്ചവനല്ല വലുതേ, നമ്മൾ പണിയെടുക്കുക, അധ്വാനിക്കുക, റിസൾട്ട് കിട്ടും. ഒരു